നമസ്കാരം. RRB NDPC എക്സാമിന് ഒരുങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് നല്ല പാടുള്ള ഒരു ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ലതായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണിത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ ഇരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമുക്ക് ആദ്യം റിലേഷൻസിനെ പറ്റി നമുക്ക് നല്ലൊരു ഐഡിയ വേണം. നമുക്ക് എക്സാമിന് വരുന്ന റിലേഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ എല്ലാവർക്കും അറിയാം എന്താണ്, നമ്മുടെ ഫാദറിൻ്റെ ഫാദറും ഉണ്ട്, മദറിൻ്റെ ഫാദർ. അപ്പോൾ ഒരാൾക്ക് രണ്ട് രീതിയിൽ ഗ്രാൻഡ് ഫാദേഴ്സ് വരും. ഒന്ന് ഫാദർ വഴിയുള്ള റിലേഷനും ഉണ്ട്, മദർ വഴിയുള്ള റിലേഷനും ഉണ്ട്. അപ്പം ഫാദർ വഴിയുള്ള, അതായത് ഫാദറിൻ്റെ ഫാദറാണ് ആ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. ഇപ്പോൾ പെറ്റേണൽ എന്ന് പറയുമ്പം ഫാദർ റിലേറ്റഡ് ആയിട്ടുള്ള ടേമുകളാണ് നമ്മൾ പെറ്റേണൽ വെച്ച് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അമ്മയുടെ അച്ഛനാണെങ്കിലോ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. ക്ലിയർ ആകും. ഇപ്പോൾ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാദേഴ്സ് ഫാദർ. മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ മദേഴ്സ് ഫാദർ. ഇതുപോലെ തന്നെയാണ് ഗ്രാൻഡ് മദറും. പെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ അമ്മ, മെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ. ക്ലിയർ ആയി. പെറ്റേണൽ അച്ഛൻ വഴിയുള്ള റിലേഷൻസിനെ സൂചിപ്പിക്കുന്നു, മെറ്റേണൽ അമ്മ വഴിയുള്ള റിലേഷൻസിനെ സൂചിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഗ്രാൻഡ് സണും ഗ്രാൻഡ് ഡോട്ടറും നിങ്ങൾക്കറിയാം, കൊച്ചുമകനും കൊച്ചുമകളും. ഇനി സണ്ണിലോ ഡോട്ടർ, ഇതെല്ലാം നമ്മൾ എന്താണ്, ഇൻലോ വരുന്നതെല്ലാം വിവാഹം വഴി വരുന്ന ബന്ധങ്ങളാണ്. ഓക്കെ, വിവാഹം വഴി പുതിയതായിട്ട് വരുന്ന ബന്ധങ്ങളാണ് നമ്മൾ ഇൻലോ ചേർത്ത് പറയും. അപ്പോൾ സണ്ണിലോ എന്ന് പറഞ്ഞാൽ മരുമകൻ. ഓക്കെ, ഒരാളെ സംബന്ധിച്ച് അയാളുടെ മകളുടെ ഭർത്താവിനെയാണ് സണ്ണിലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡോട്ടറിൻലോ എന്ന് പറഞ്ഞാൽ മരുമകൾ. ഒരാളെ സംബന്ധിച്ച് അയാളുടെ മകൻ്റെ ഭാര്യയായിരിക്കും അയാളുടെ ഡോട്ടറിൻലോ എന്ന് പറയുന്നത്. ഫാദറിൻലോ നിങ്ങൾക്ക് അറിയാം. ഫാദറിൻലോ എന്ന് പറയുമ്പം ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഫാദറിൻലോ ആരാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ അവിടെ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ചാണെങ്കിൽ, ഓക്കെ, വിവാഹം കഴിഞ്ഞ ഒരു മെയിലിനെ സംബന്ധിച്ചാണെങ്കിൽ അയാളുടെ വൈഫിൻ്റെ ഫാദറാണ് ഫാദറിൻലോ. ഇനി വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ പുരുഷൻ്റെ ഒരു ഭർത്താവിൻ്റെ ആ പുരുഷൻ്റെ അച്ഛനാണ് എന്ത്, ഫാദറിൻലോ എന്ന് പറയുന്നത്. ഹസ്ബൻഡിൻ്റെ ഫാദറാണ് ഫാദറിൻലോ അതേപോലെ തന്നെ വരും. അത് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് റിലേറ്റ് ചെയ്ത്. ഇപ്പം മെയിലാണെങ്കിൽ വൈഫിൻ്റെ അമ്മ, ഫീമെയിൽ ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മ. ക്ലിയർ ആകും. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ബന്ധങ്ങളാണ്. അതുപോലെ തന്നെയാണ് ബ്രദറിൻലോയും സിസ്റ്ററിൻലോ. നമ്മൾ മലയാളത്തിൽ ബ്രദറിൻലോ എന്നുള്ളതിന് നമ്മൾ അളിയൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അളിയൻ എന്ന് പറയുമ്പം എങ്ങനെ വരാം? അവിടെ രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ നമ്മുടെ ഒരാളെ സംബന്ധിച്ച് ബ്രദറിൻലോ ആരാണെന്ന് ചോദിച്ചാൽ അയാളുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ആകാം, അതേപോലെ വൈഫിൻ്റെ ബ്രദറും ആകാം. സിസ്റ്ററിൻലോ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നാത്തു എന്നുള്ളൊരു ടേമാണ് പറയുന്നത്. അപ്പോൾ അവിടെ രണ്ട് രീതിയിലുണ്ട്. ഒന്നെങ്കിൽ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ആകാം, ഒരു വൈഫിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ആകാം. അല്ലാതെ എടുക്കുകയാണെങ്കിൽ ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ചാണെങ്കിൽ വൈഫിൻ്റെ സിസ്റ്ററും ആകാം. അപ്പോൾ രണ്ട് രീതിയിലാണ് സിസ്റ്ററിൻലോയും വരുന്നത്. അങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ രണ്ട് പെറ്റേണൽ മെറ്റേണലുണ്ട്. അങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പേരൻറ്റിൻ്റെ സഹോദരനാണ്. അത് ഫാദറിൻ്റെ സഹോദരനാണെങ്കിൽ പെറ്റേണൽ അങ്കിൾ, അമ്മയുടെ സഹോദരനാണെങ്കിൽ മെറ്റേണൽ അങ്കിൾ. ക്ലിയർ ആയോ? ആൻറ്റി അതുപോലെ നമ്മൾ ആൻറ്റി എന്ന് പറയുമെങ്കിൽ ആൻറ്റി എന്നാണ് എഴുതുന്നത്. അതും ഫാദറിൻ്റെ സിസ്റ്റർ ആണെങ്കിൽ, അതായത് നമ്മുടെ അച്ഛൻ്റെ പെങ്ങളാണെങ്കിൽ പെറ്റേണൽ ആൻറ്റി എന്നും പറയും. അമ്മയുടെ സിസ്റ്റർ ആണെങ്കിൽ മെറ്റേണൽ ആൻറ്റി എന്നും പറയും. ക്ലിയർ ആയോ? അടുത്ത രണ്ട് ഇമ്പോർട്ടൻ്റ് ടേമാണ് നെഫ്യൂ നീസ്. നമ്മൾ മലയാളത്തിൽ അനന്തരവൻ എന്ന് പറയും. ഒരാളെ സംബന്ധിച്ച് അയാളുടെ നെഫ്യൂ ആരാണെന്ന് ചോദിച്ചാൽ, നെഫ്യൂ എന്നുള്ളത് ഒരു മെയിലിനെ കുറിക്കുന്നതും നീസ് എന്ന് പറയുന്ന ഒരു ഫീമെയിലിനെയാണ് കാണിക്കുന്നത്. ഇപ്പം നെഫ്യൂ എന്ന് പറയുമ്പോൾ ഒരാളെ സംബന്ധിച്ച് അയാളുടെ നെഫ്യൂ ആരാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാളിനെ ഞാൻ എടുത്താൽ അയാളുടെ നെഫ്യൂ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? അയാളുടെ സിസ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ ബ്രദറിൻ്റെയോ മകൻ. ക്ലിയർ ആയോ? ഒന്നെങ്കിൽ സിസ്റ്ററിൻ്റെ ആകാം അല്ലെങ്കിൽ ബ്രദറിൻ്റെ ആകും. പക്ഷെ എന്താവും? മകനാകണം. അങ്ങനെയാണെങ്കിൽ അനന്തരവൻ അല്ലെങ്കിൽ നെഫ്യൂ എന്ന് പറയും. ഇനി നീസ് ആരാണെന്ന് ചോദിച്ചാൽ ഒരാളുടെ സിസ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ ഒരാളുടെ ബ്രദറിൻ്റെയോ ഡോട്ടറിനെയാണ്, മകളെയാണ് നീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നെഫ്യൂ നീസ്. ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മൾ അങ്കിൾ ആൻറ്റിയുടെ തിരിച്ചുള്ള റിലേഷനാണ് നെഫ്യൂ നീസ് എന്ന് പറയുന്നത്. കസിൻ നിങ്ങൾക്കെല്ലാം അറിയാം. കസിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരേ ബ്രദേഴ്സിൻ്റെ മക്കളെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ മക്കളെയാണ് നമ്മൾ കസിൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള റിലേഷൻസ് വരുന്നത്. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഒരു പ്രത്യേക രീതിയിൽ നമ്മളത് എഴുതി നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പം ഒരു പ്രത്യേക എഴുതുന്ന ഒരു രീതി ഞാൻ ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഫോളോ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ, മെയിലാണെങ്കിൽ ഈ ഒരു സിമ്പിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും, ഫീമെയിൽ ആണെങ്കിൽ ഈ ഒരു സിമ്പിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി റിലേഷൻസിനെ കാണിക്കാൻ കപ്പിൾസ് ആണെങ്കിൽ, അതായത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ ഡബിൾ ലൈൻ വെച്ച്, ഫോർ എക്സാമ്പിൾ ആയിട്ട് എയും ബിയും
ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ എ എന്നും ബി എന്നും എഴുതിയിട്ട് അവർക്കിടയിൽ ഡബിൾ ലൈൻ വെച്ച് കാണിക്കും. ഇനി സഹോദരങ്ങളാണെങ്കിൽ ബ്രദറോ സിസ്റ്ററോ അങ്ങനെ സഹോദരങ്ങളാണെങ്കിൽ ഒരു സിംഗിൾ ലൈൻ. ഇപ്പോൾ എയും ബിയും, ഇപ്പം എ ബിയുടെ ബ്രദർ ആണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എ ബിയുടെ ബ്രദർ ആണെന്ന് പറഞ്ഞാൽ എയുടെ ജെൻഡർ എന്താണ്? എയുടെ ജെൻഡർ മെയിലാണെന്ന് പറയാം. പക്ഷേ ബിയുടെ ജെൻഡർ പറയാൻ പറ്റില്ല. ബിയുടെ ബ്രദർ എ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, എയുടെ ജെൻഡർ മെയിലാണെന്നും കാണിക്കാം. ഓക്കെ. ഇനി മക്കളെ കാണിക്കാനാണെങ്കിൽ, അതായത് ജനറേഷനെ കാണിക്കാനാണെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ഒരു സിംഗിൾ ലൈനാണ് ഉപയോഗിക്കുന്നത്. വെർട്ടിക്കലായിട്ടുള്ളൊരു സിംഗിൾ ലൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദിശ അക്കാഡമി, ദിശ ആപ്പ് വഴിയായിട്ട് നമ്മളൊരു കോഴ്സ് NTPCയുടെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ കേൾക്കാം. അത് നിങ്ങൾക്ക് കേൾക്കാൻ സമയമില്ല എങ്കിൽ അതേ ക്ലാസ്സുകൾ തന്നെ റെക്കോർഡറായിട്ടും പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ എല്ലാവരും ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. NTPCയുടെ ക്രാഷ് കോഴ്സ് നമ്മുടെ ദിശ ആപ്പ് വഴി നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് വരച്ച് നോക്കിയിട്ടാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് നോക്കി, യു ഈസ് ദ ഫാദർ ഓഫ് W. അപ്പോൾ അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? യു ആണ് ഫാദർ. ഓക്കെ, യു ആണ് ഫാദർ എങ്കിൽ യുടെ ജെൻഡർ എന്താണ്? മെയിലാണ്. ആരുടെ ഫാദറാണ്? Wൻ്റെ ഫാദറാണ്. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. എക്സ് ഈസ് എ സൺ ഓഫ് വി. ഓക്കെ, അത് വേറെ ആയിട്ട് കൊടുക്കുക. നമ്മളിവിടെ ഇതിനകത്ത് വി ഇല്ല. അപ്പോൾ എക്സ് ഈസ് എ സൺ ഓഫ് വി എന്ന് പറയുമ്പോൾ വിയുടെ മകനാണ്. ഇവിടെ ആരുടെ ജെൻഡറാണ് അറിയാവുന്നത്? ഇവിടെ എക്സിൻ്റെ ജെൻഡറാണ്, വിയുടെ ജെൻഡർ അറിയില്ല. നോക്കിയാൽ വൈ ഈസ് ദ ബ്രദർ ഓഫ് യു. അപ്പോൾ അത് ആരുടെ കൂടെ റെപ്രസെൻറ്റ് ചെയ്യാം? യുവിൻ്റെ കൂടെ റെപ്രസെൻറ്റ് ചെയ്യുക. യുവിൻ്റെ ബ്രദർ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ ലൈൻ. യുവിൻ്റെ ബ്രദറാണ് വൈ. അപ്പം വൈ എന്താണ്? മെയിലാണ് എന്നുള്ളത്. ഇഫ് W ഈസ് ദ സിസ്റ്റർ ഓഫ് എക്സ്. ഓക്കെ, W എന്ന് പറയുന്നത് എക്സിൻ്റെ സിസ്റ്ററാണ്. ഓക്കെ, W എന്ന് പറയുന്നത് സിസ്റ്ററാണ്. ആരുടെ സിസ്റ്ററാണ്? എക്സിൻ്റെ. അപ്പോൾ നമുക്ക് ഇവിടെ ആരെ കൊടുക്കാം? എക്സിനെ കൊടുക്കാം. ക്ലിയർ ആയപ്പോൾ ഇവിടെ എക്സിനെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഞാൻ ഇങ്ങോട്ടും കൊടുക്കുകയാണ്, ഇത് ഞാൻ ഇങ്ങോട്ടും കൊടുക്കുകയാണ്. ഇത് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ W എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സിസ്റ്ററാന്ന് പറയുമ്പോൾ അവർ തമ്മിൽ എന്ത് കൊടുക്കാം? സിംഗിൾ ലൈൻ കൊടുക്കാം. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു എന്താണ്? എക്സ് മെയിലാണ്. ഇപ്പോൾ എക്സിൻ്റെ പേരൻ്റ് ആയിട്ട് വി വന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? യുവിൻ്റെ മകളാണ് W, Wൻ്റെ ബ്രദറാണ് എക്സ്. അങ്ങനെയാണെങ്കിൽ യുവിൻ്റെ തന്നെ മകനല്ലേ എക്സും? ക്ലിയർ ആയി, യുവിൻ്റെ തന്നെ മകനാണ് എക്സ്. ഇപ്പം അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു, വിയുടെ മകനാണ് എക്സ്. ഇപ്പോൾ ഓൾറെഡി ഒരു പേരൻ്റായി, യു എന്ന് പറയുന്ന ഒരു പേരൻ്റായി. അപ്പോൾ എക്സ് വിയുടെയും കൂടെ മകനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കണം. അവിടെ ക്വസ്റ്റ്യൻ ഇനി എടുത്ത് പറയത്തില്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ യുവിൻ്റെ വൈഫ് ആയിരിക്കും വി. ക്ലിയർ ആയോ? എന്നാലല്ല വിയുടെ മകനാണ് എക്സ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവത്തുള്ളൂ. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇതിൻ്റെ അർത്ഥം എന്താണ്? യുവും വിയും ഹസ്ബൻഡ് വൈഫുമാണ്. അവരുടെ മക്കളായിട്ടാണ് W എക്സും വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്തപ്പോഴാണ് ആ ഒരു ഫാക്ടർ കിട്ടുന്നത്. എക്സ് എന്തായാലും വിയുടെ മകനാണ്. അപ്പോൾ എങ്ങനെയായാലും ഓൾറെഡി യു ഒരു പേരൻ്റായിട്ട് വന്നു, അച്ഛനായിട്ട് വന്നു. അങ്ങനെയാണ് ഉറപ്പായിട്ട് വി അമ്മയായിരിക്കും. വി അമ്മയാണെങ്കിൽ ഇവർ ഹസ്ബൻഡ് വൈഫും ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ ഈസ് വി റിലേറ്റഡ് ടു വൈ. അപ്പോൾ ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ്? ബിയുടെ ആരാണ്? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുക. ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത് ബിയുടെ ആരാണ് എ. ക്ലിയർ ആയ? ബിയുടെ ആരാണ് എ. അപ്പോൾ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? വൈയുടെ ആരാണ് വി. ഇപ്പോൾ വൈയിൽ നിന്നും വിയിലേക്കുള്ള കണക്ഷൻ എന്താണ്? വൈ താണ്ടേ, വൈയുടെ ആരാണ് വി. എന്താണ്? വൈയുടെ ബ്രദറിൻ്റെ ഭാര്യ. ഇപ്പോൾ എന്താണ് ബ്രദറിൻ്റെ ഭാര്യ എന്താണ് വിളിക്കുന്നത്? സിസ്റ്റർ ഇൻ ലോ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ NTPCയുടെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചെയ്തത്. നമ്മൾ ഇത് അടുത്തതും NTPCയുടെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആദ്യം ശ്രദ്ധിച്ച് വായിക്കുന്നു. ബി ആൻഡ് സി ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റെസ്പെക്റ്റീവ്ലി. ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബി ഹസ്ബൻഡാണ്, സി വൈഫാണ്. റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞോളൂ, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാം. എം ഈസ് ദ ഫാദർ ഓഫ് കെ ആൻഡ് സി. ശ്രദ്ധിച്ച് വായിക്കുക. കെയുടെയും സിയുടെയും ഫാദറാണ്. ഓൾറെഡി നമ്മൾ സി വരച്ചു കഴിഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് വരയ്ക്കുക, അല്ല വേറെ ആരുടെയും സി എഴുതരുത്. ഇപ്പോൾ ഈ സിയുടെയും കെയുടെയും, ഇപ്പോൾ സിയുടെ ബ്രദറോ സിസ്റ്ററോ ആകാം, എന്തായാലും അവർ സഹോദരങ്ങളാണെന്നുള്ളത് ക്ലിയർ ആണ്. ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഫാദറാണ് ആര്? എം. ഇവരുടെ രണ്ടുപേരുടെയും ഫാദറാണ് എം എന്ന് പറയുന്നത്. ഇപ്പോൾ എമ്മിൻ്റെ ജെൻഡർ എന്താണ്? മെയിലാണ്. എം ഫാദർ ആയതുകൊണ്ട് എമ്മിൻ്റെ ജെൻഡർ മെയിലാണ്. ഓക്കെ, ഇത്രേ നമുക്ക് തന്നിട്ടുള്ളൂ. എമ്മിൻ്റെ രണ്ട് മക്കളായിട്ട് സിയും കെയും, സിയുടെ ഹസ്ബൻഡായിട്ട് ബി. ഇനി എന്താണ് ക്വസ്റ്റ്യൻ നോക്കി. ഹൗ ഈസ് ബി റിലേറ്റഡ് ടു എം. ഞാൻ എന്താണ് പറഞ്ഞത്? ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്നാണെങ്കിൽ ബിയുടെ ആരാണ്? ഇപ്പോൾ ഇവിടെ എന്താണ്? എമ്മിൻ്റെ ആരാണ് ബി. ഓക്കെ, എമ്മിൻ്റെ ആരാണ് ബി? എമ്മിൻ്റെ മകളുടെ ഭർത്താവ്. ഓക്കെ, മകളുടെ ഭർത്താവിനെ എന്താണ് വിളിക്കുന്നത്? സണ്ണിലോ, മരുമകൻ എന്നല്ലേ?
അപ്പോൾ ഓപ്ഷൻ സി സണ്ണിലോ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരും. അപ്പോൾ വളരെ എളുപ്പമാണ്. കാര്യം ആദ്യം നല്ലതായിട്ട് വായിച്ച് മനസ്സിലാക്കുക, അത് വരച്ച് നോക്കുക, ആൻസർ എന്താ, ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എം ഈസ് ദ സൺ ഓഫ് എൻ. ക്ലിയർ ആണ്, എന്നിൻ്റെ സണ്ണാണ്, മകനാണ്. ഓ ഈസ് ദ ഫാദർ ഓഫ് എൻ. അപ്പോൾ എന്നിൻ്റെ ഫാദർ ആണോ, തെറ്റിപ്പോരുത്, ഓ ആണ് ഫാദർ. എൻ ഈസ് ദി ഫാദർ ഓഫ് പി. ഓക്കെ, എൻ ഈസ് ദി ഫാദർ ഓഫ് പി എന്ന് പറയുമ്പോൾ എന്നിൻ്റെ ജെൻഡർ കിട്ടി, എന്ന് മെയിലാണ്. ഓരോ കാര്യം കൂടെ കിട്ടി. പിയുടെയും കൂടെ ഫാദർ എന്ന് പറയുമ്പോൾ എമ്മിൻ്റെ സഹോദരനായിട്ട് വരത്തില്ലേ, സഹോദരൻ്റെ സഹോദരിയാകാം പി. ഓക്കെ, അപ്പോൾ ഇവർ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈനോടെ കാണിക്കാം. ഓക്കെ, നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചരിച്ച് വരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിൻ്റെ മകനോ മകളോ ആണ്, പിയുടെ ജെൻഡർ കിട്ടിയിട്ടില്ല. ഫൈനൽ ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ഓ റിലേറ്റഡ് ടു പി. ഇപ്പോൾ എന്താണ് ഫൈനലി കണ്ടുപിടിക്കേണ്ടത്, പിയുടെ ആരാണോ, പിയുടെ ആരാണോ. പിയുടെ ജെൻഡർ ഇല്ലെങ്കിൽ നമുക്ക് ആൻസർ പറഞ്ഞൂടെ, പിയുടെ ഫാദറിൻ്റെ ഫാദർ. ഇപ്പോൾ പി മെയിലായാലും ഫീമെയിൽ ആയാലും ഫാദറിൻ്റെ ഫാദർ എന്നുള്ളതിന് മാറ്റമില്ല. ഇപ്പോൾ ഫാദറിൻ്റെ ഫാദർ എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രാൻഡ് ഫാദർ. ഇവിടെ ഗ്രാൻഡ് ഫാദർ ഒരു ഓപ്ഷനേ ഉള്ളൂ. പെറ്റേണൽ മെറ്റേണൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷനായിട്ടില്ല. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, അച്ഛൻ്റെ അച്ഛൻ. ഇപ്പോൾ എന്താണ്, പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ആണ് വരുന്നത്. പക്ഷേ ഇവിടെ സെപ്പറേറ്റ് പെറ്റേണൽ മെറ്റേണൽ ഇല്ല, ഗ്രാൻഡ് ഫാദറിനെ ഉള്ളതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ തന്നെയാണ് ആൻസറായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഒരാളെ പോയിന്റ് ചെയ്ത് വേറെ ആൾ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പോയിന്റിങ് ടു എ ബോയ് ഇൻ എ പിക്ചർ, റാണി സെഡ് ഹിസ് മദേഴ്സ് ഓൺലി ഡോട്ടർ ഈസ് മൈ മദർ. ഹൗ ഈസ് റാണി റിലേറ്റഡ് ടു ദാറ്റ് ബോയ്. ചിലർക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നവർ കാണും. അങ്ങനെ പറ്റാത്തവർ എന്ത് ചെയ്യുക, ജസ്റ്റ് വരച്ച് നോക്കിയാൽ മതി, കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഇവിടെയും വരച്ച് തന്നെ ചെയ്യാൻ പറ്റും. റാണിയാണ് പറയുന്നത്. ഓക്കെ, റാണിയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്, ഹിസ് മദർ. ആ ഹിസ് എന്ന് പറയുന്നത് പിക്ചറിലാണ്. ആ പിക്ചറിൽ കാണുന്ന ആ ആളുടെ മദറിൻ്റെ ഒരേ ഒരു മകൾ. ഓക്കെ, ആ പിക്ചറിൽ കാണുന്ന ബോയ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആ പിക്ചറിൽ കാണുന്ന ബോയ്, ഓക്കെ, ആ ബോയിയുടെ മദർ. ഓക്കെ, ആ ബോയ്ക്ക് ഒരു മദറുണ്ട്. മദറിൻ്റെ പേര് പറയുന്നില്ല, ആ ബോയിയുടെ മദർ. ഇതാണ് ആ ബോയിയുടെ മദർ. ആ മദറിൻ്റെ ഒരേ ഒരു പെൺമകൾ, ഡോട്ടർ എന്ന് പറയുന്നുണ്ട്, ഒരേ ഒരു പെൺകുട്ടി. അപ്പോൾ എന്താണ്, ഈ അമ്മയുടെ ഒരേ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, ഈ ബോയിയുടെ സിസ്റ്ററായിട്ട് വരത്തില്ലേ, ഈ ബോയിയുടെ സിസ്റ്ററായിട്ട് വരും. ഓക്കെ, ബോയിയുടെ സിസ്റ്ററായിട്ട് വരും. ആ പെൺകുട്ടിയാണ് എന്ത്, മൈ മദർ. ഓക്കെ, അതായത് ഈ പെൺകുട്ടിയാണ് എൻ്റെ അമ്മ. ആരാണ് സംസാരിക്കുന്നത്, റാണിയല്ലേ, അതായത് റാണിയുടെ അമ്മ. ക്ലിയർ ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ പടം വരുന്നത്, റാണിയുടെ അമ്മയാണ് ഇത്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് റാണി റിലേറ്റഡ് ടു ദാറ്റ് ബോയ്. അതായത് ആ ബോയിയുടെ ആരാണ് റാണി, ആ ബോയിയുടെ ആരാണ് റാണി, ബോയിയുടെ സിസ്റ്ററിൻ്റെ മകൾ. ശരിയല്ലേ, ബോയിയുടെ സിസ്റ്ററിൻ്റെ മകൾ. അപ്പോൾ റാണി എന്നുള്ള പേര് വെച്ചിട്ട് നമുക്ക് ഫീമെയിൽ ആണെന്ന് എടുക്കാം. അപ്പോൾ റാണിയുടെ സിസ്റ്ററിൻ്റെ മകളെ എന്താണ് വിളിക്കുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, അനന്തരവൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നീസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി നീസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നല്ല ഡൗട്ടായിട്ട് തോന്നും, പക്ഷേ ഇതിങ്ങനെ വരച്ച് നോക്കിയാൽ വളരെ സിമ്പിളാണ്. അത് കൃത്യമായിട്ട് വായിച്ച് വരച്ചാൽ മതി, വളരെ എളുപ്പം ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നീസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. വീണ്ടും ഒരു പോയിന്റിങ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. പോയിന്റിങ് ടു ദ ലേഡി ഇൻ ദ മെട്രോ, ട്വിങ്കിൾ സെഡ്. ഇപ്പോൾ ട്വിങ്കിളാണ് സംസാരിക്കുന്നത്. ഷീ എന്ന് പറയുമ്പം ആരാണ്, ആ ലേഡിയെ പറ്റിയാണ്. ആ ലേഡി എന്ന് പറയുന്നത് ഈസ് എ സിസ്റ്റർ ഓഫ് ഫാദർ ഓഫ് മൈ മദേഴ്സ് ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ഡൗട്ട് കാണും. നമ്മൾ ഈ ലേഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇച്ചിരി വരച്ചെടുക്കാൻ പാടാണ്. ഇവിടെ നിങ്ങൾ ഈ മൈ എന്നുള്ള ടീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ മൈ എന്ന് പറയുമ്പോൾ ആരാണ് സംസാരിക്കുന്നത്, ട്വിങ്കിളാണ്. ഇപ്പോൾ നോക്കി, ട്വിങ്കിളിൻ്റെ അമ്മ. ഓക്കെ, ട്വിങ്കിളിൻ്റെ അമ്മയുടെ പേര് പറയുന്നില്ല, ട്വിങ്കിളിൻ്റെ അമ്മയുടെ മകൻ. ട്വിങ്കിളിൻ്റെ അമ്മയുടെ മകൻ എന്ന് പറയുമ്പം ഇവിടെ വേറൊരു മകനുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് നേരെ റിവേഴ്സ് ഓർഡറിൽ പോവുക. ക്ലിയർ ആയി, ഇത് നേരെ റിവേഴ്സ് ഓർഡറിൽ പോകുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാം. ഇപ്പോൾ നോക്കിയേ, ഫാദറിൻ്റെ, ഇപ്പോൾ ഇവിടെയാണ് നമ്മളൊന്ന് നിൽക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഫാദർ. ഇദ്ദേഹത്തിൻ്റെ ഫാദർ എന്ന് പറയുമ്പോൾ ആരുടെയും കൂടെ ഫാദറാണ്, ട്വിങ്കിളിൻ്റെയും കൂടെ ഫാദറാണ്. ഓക്കെ, ട്വിങ്കിളിൻ്റെയും കൂടെ ഫാദറാണ്. ഫാദറിൻ്റെ സിസ്റ്റർ. ഓക്കെ, ഈ ഫാദറിൻ്റെ, അതായത് ട്വിങ്കിളിൻ്റെ ഫാദറിൻ്റെ സിസ്റ്റർ, അതാണ് ആര്, ആ ലേഡി എന്ന് പറയുന്നത്, ആ മെട്രോയിൽ കണ്ട ലേഡി. ഒന്നുകൂടെ നിങ്ങൾ വായിച്ചു നോക്കി. ട്വിങ്കിൾ സെഡ് ഷീ ഈസ് ദി, ആ ലേഡി ഈസ് ദി സിസ്റ്റർ ഓഫ്, ആണ് സിസ്റ്റർ ഓഫ്, ആരുടെ സിസ്റ്ററാണ്, ഫാദർ ഓഫ്, ആരുടെ ഫാദറാണ്, മൈ മദേഴ്സ് ആണ്. എൻ്റെ ട്വിങ്കിളാണല്ലോ സംസാരിക്കുന്നത്, എൻ്റെ അമ്മയുടെ മകൻ്റെ അച്ഛൻ. അതായത് ആരാണ്, ട്വിങ്കിളിൻ്റെ അച്ഛൻ തന്നെയാണ്. ട്വിങ്കിളിൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് ആ ലേഡി. അങ്ങനെയാണെങ്കിൽ ഹൗ ഇസ് ദാറ്റ് ലേഡി റിലേറ്റഡ് ടു ട്വിങ്കിൾ. ട്വിങ്കിളിൻ്റെ ആരാണ് ആ ലേഡി, ആരാണ്, ട്വിങ്കിളിൻ്റെ അച്ഛൻ്റെ പെങ്ങൾ. ഓക്കെ, അച്ഛൻ്റെ പെങ്ങളെ എന്താണ് വിളിക്കുന്നത്, ആൻറ്റി എന്നാണ്. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ പെറ്റാണൽ ആൻറ്റിയാണ്. പക്ഷേ പെറ്റാണൽ ആൻറ്റി എന്നൊരു ഓപ്ഷൻ ഇല്ല, ആൻറ്റി എന്നുള്ളപ്പോൾ ആൻറ്റി എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരും. ക്ലിയർ ആയോ? അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് വായിച്ച് എങ്ങനെ എടുക്കാം, മൈ മദേഴ്സ് ഫാദർ ഓഫ് മൈ മദേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ അവിടെ സെർച്ച് സിംപ്ലിഫൈ ചെയ്യുക.
എൻ്റെ അമ്മയുടെ മകൻ, അപ്പോൾ എൻ്റെ ബ്രദറാണല്ലോ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അപ്പോൾ ആരാ? എൻ്റെ അച്ഛൻ തന്നെയാണ്. ഇപ്പോൾ ട്വിങ്കിളാണ് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററാണത്. ഇങ്ങനെ ഒറ്റ വാക്ക് നമുക്ക് എന്ത് ചെയ്യാതെ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ ആരാ പറയുന്നത്? ആരാണ്? ആൻറ്റിയാണ്. പെറ്റേണൽ ആൻറ്റി എന്നില്ല, അപ്പോൾ ആൻറ്റി എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവർക്കും നല്ലതായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.